കേരളത്തെ മുഴുവനായി ഒരു പോർട്ട് സിറ്റിയാക്കി തുറമുഖ നഗരമാക്കി മാറ്റണം എന്നത് വലിയ സ്വപ്നമാണ്. അപ്പൊ അതാണ് പോർട്ട് സിറ്റി ഏവിയേഷൻ ഹബ് എന്ന ഒരു ആശയത്തിലേക്ക് പോയത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പെട്ടെന്ന് ചെയ്തു. ഒന്ന്, കൊച്ചിൻ ഷിപ്പ്യാർഡിന് രാമന്തുരത്ത് ഐലൻഡ് നമ്മൾ വിട്ടുകൊടുക്കുക, നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക. ഹൈക്കോടതിക്കടുത്തുള്ള രാമന്തുരം അവര് ഷിപ്പ് ബിൽഡിംഗിന്റെ ഷിപ്പ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പോകാൻ 5000 പേരുടെ എംപ്ലോയ്മെന്റ് ജനറേഷനാണ്. പെട്ടെന്നാണ് ക്ലിയറൻസ് കൊടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്. ഇൻഡയറക്റ്റ് ആയിട്ട് അത്രയും കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാകും, കൂടുതൽ വ്യാപാരം അവിടെ നടക്കും. കൊച്ചിൻ പോർട്ടിന് നമ്മൾ 10 ഏക്കർ കൊടുക്കാൻ പോകും. എന്താ പറയുക, ക്രൂയിസ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ക്രൂയിസ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ക്രൂയിസ് ഷിപ്പിംഗ് ഉണ്ടാവും, ഇവിടുന്ന് ഗോവയിലേക്ക് ഉണ്ടാവും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മാരിടൈം മ്യൂസിയം. ലോകത്തുള്ള ആളുകൾ മുഴുവൻ അവിടെ മാരിടൈം മ്യൂസിയത്തിലേക്ക് എത്തണം. അപ്പൊ തുടങ്ങും ആ മാരിടൈം മ്യൂസിയം. കേരളത്തിന്റെ മാരിടൈം ഹിസ്റ്ററി, ഇന്ത്യയുടെ മാരിടൈം ഹിസ്റ്ററി, വേൾഡ് മാരിടൈം ഹിസ്റ്ററി ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളും. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ക്യൂറേറ്ററെ കണ്ടെത്തിയിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടി വന്ന്, ഒരു വലിയ ടീമാണ്, വലിയ കമ്പനിയാണ്, അവർ കൂടി വന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം ഇവിടെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഓഷ്യനേറിയം അത് കാണാൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ വരുന്നത്. ഇതെല്ലാം ഈ പോർട്ട് സിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ മ്യൂസിയത്തിന്റെ കാര്യമാണെങ്കിലും ഓഷ്യനേറിയത്തിന്റെ കാര്യമാണെങ്കിലും ക്രൂയിസ് ടെർമിനലിന്റെ കാര്യമാണെങ്കിലും ഷിപ്പ് ബിൽഡിങ്ങിനുള്ള യൂണിറ്റുകൾ ഗ്ലോബൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ കൊച്ചിയിൽ അനൗൺസ് ചെയ്തു. അത് ഞാൻ ചാങ്ങിയിൽ കണ്ടതാണ്. ചാങ്ങി എയർപോർട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമുക്ക് പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് തുടങ്ങാം. പോർട്ടിനെ ഇതുമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഇന്റഗ്രേഷനാണ്. അതായത് പോർട്ട്, എയർപോർട്ട്, റെയിൽവേ, റോഡ്, ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ പോർട്ടുമായിട്ടുള്ള ഡിസ്കഷൻ, കൊച്ചിൻ ഷിപ്പ്യാർഡായിട്ടുള്ള ചർച്ച, ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ ടാറ്റ എത്തുകയാണ് കേരളത്തിലേക്ക്. അത് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് മേഖലയിൽ. കേരളത്തിലെ സീ ഫുഡ് ബിസിനസ് കംപ്ലീറ്റ് ആന്ധ്രയിലേക്ക് പറിച്ചു നടത്തും. ഏകദേശം ഒരു 80% കൂട്ടിക്കും. ഇപ്പൊ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ബിസിനസ് നിൽക്കുന്നത്. നമ്മുടെ ഇക്കോണമി അത് ഗൗരവതരമായി അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ അരൂരിലെ സീ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത്. അതിനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്.